ഞാൻ ഇന്ന് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള മാവൂർ റോഡിലെ പ്രസിദ്ധമായ സാന്താക്രൂസ് കുരിശുപള്ളിയിലാണ്. മതങ്ങൾക്കപ്പുറം ധാരാളം പേർ പ്രാർത്ഥിക്കാൻ വരുന്ന ഈ കുരിശുപള്ളിയിൽ ഞാൻ വന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിശുദ്ധയുടെ തിരുസ്വരൂപം അടുത്തിടെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് ഞാൻ വിശുദ്ധയുടെ തിരുസ്വരൂപത്തിനടുത്ത് പോകുമ്പോൾ പറയാം. കൽക്കുരിശു വളരുന്ന ഈ കുരിശുപള്ളിയിലെ തിരുക്കർമ്മങ്ങൾ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ദിവ്യബലി, ചൊവ്വാഴ്ച വൈകിട്ട് 5:30 ദിവ്യബലിയും വിശുദ്ധ അന്തോണീസിനോടുള്ള നൊവേനയും, വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ദിവ്യബലിയും വിശുദ്ധ കുരിശിൻ്റെ നൊവേനയും, ശനിയാഴ്ച രാവിലെ 7 മണിക്ക് ദിവ്യബലിയും നിത്യസഹായ മാതാവിനോടുള്ള നൊവേനയും ഉണ്ട്. ഈ കുരിശുപള്ളിയിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ തങ്ങളുടെ പ്രാർത്ഥനകളും വേദനകളും രോഗങ്ങളും ലഭിച്ച ഉപകാരസ്മരണകൾക്കും കൃതജ്ഞതകൾക്കുമായി ഒത്തിരിയേറെ മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. 800 വർഷം പഴക്കമുള്ള ഈ കുരിശുപള്ളിയുടെ ചരിത്രം ഈ കുരിശുപള്ളിയുടെ വശങ്ങളിൽ എഴുതി പതിപ്പിച്ചിരിക്കുന്നു. ഏകദേശം 800 വർഷത്തിൽ പരം പഴക്കമുള്ള കരിങ്കല്ലിൽ കൊത്തിയ കുരിശും ഈ കുരിശുപള്ളിയും 1886 ഓഗസ്റ്റ് 30 ആന്റണി ഫെർണാണ്ടസ് എന്ന ഒരു വിശ്വാസി മാസത്തിൽ ഒരു ദിവസമെങ്കിലും ദിവ്യബലി അർപ്പിക്കണം എന്ന നിബന്ധനയോടെ ദേവമാതാ കത്തീഡ്രൽ പള്ളിക്ക് കൈമാറി. ഈ കുരിശുപള്ളിയെക്കുറിച്ച് 2 ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നു. അതിൽ ഒന്ന്, ഗോവക്കാരായ ചെമ്പോട്ടികൾ താമസിച്ചിരുന്ന ഇവിടെ കല്ലറയുടെ മുകളിൽ സ്ഥാപിതമായ കരിങ്കല്ലിൽ പോർച്ചുഗീസുകാർ കുരിശ് കൊത്തിവെക്കുകയും പിന്നീട് അത് വണങ്ങാൻ തുടങ്ങി എന്നുമാണ്. മറ്റൊന്ന്, ഇവിടെ പുല്ലരിയാൻ വന്ന ഒരു സ്ത്രീയുടെ അരിവാൾ കല്ലിൽ തട്ടുകയും രക്തം പൊടിയുകയും ചെയ്തതറിഞ്ഞ് അവിടെ എത്തിയവർ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് കുരിശിനെ വണങ്ങാൻ തുടങ്ങി എന്നുമാണ്. കോഴിക്കോട് നഗരമധ്യത്തിൽ ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരിടമാണ് ഈ കുരിശുപള്ളി. ഒത്തിരിയേറെ പേർ വന്ന് കൽക്കുരിശിനെ വണങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അത്ഭുത രോഗശാന്തിയും അവരുടെ ഉദ്ദിഷ്ടകാര്യങ്ങൾക്കുള്ള ഫലപ്രാപ്തിയും ലഭിക്കുന്നതിനാൽ ഒത്തിരിയേറെ വിശ്വാസികൾ ആ സമയവും ആ ദേവാലയത്തിലുണ്ടായിരുന്നു. ആരാണ് വിശുദ്ധ ക്ലേലിയ? ഇറ്റലിയിലെ ബൊളോഞ്ഞോ എന്ന നഗരത്തിലെ ലേബൂദ്രിയ എന്ന ഗ്രാമത്തിൽ 1847 ഫെബ്രുവരി 13 ബർബിയേരി ജോസഫ് ദമ്പതികളിൽ നിന്ന് ക്ലേലിയ ജാതയായി. ക്ലേലിയയ്ക്ക് 8 വയസ്സ് പ്രായമായിരുന്നപ്പോൾ അവളുടെ അപ്പൻ മരിച്ചു. ദാരിദ്ര്യത്തിൽ അമർന്ന ബർബിയേരി കുടുംബത്തെ മുന്നോട്ട് നയിക്കുവാൻ അമ്മയെ സഹായിച്ചിരുന്നത് ക്ലേലിയയായിരുന്നു. ദിവസം മുഴുവൻ അധ്വാനിച്ചാലും കിട്ടിയിരുന്ന സംഖ്യ തുച്ഛമായിരുന്നതിനാൽ രാത്രിയിൽ അവൾ നൂൽപ്പിലേർപ്പെട്ടു. ക്ലേലിയയ്ക്ക് അഗാധമായ എളിമയും ഈശോയോടും പരിശുദ്ധ അമ്മയോടും അഗാധമായ സ്നേഹവും ഉണ്ടായിരുന്നു. ജീവിതത്തിൽ കഷ്ടതകൾ നിറഞ്ഞിരുന്നുവെങ്കിലും അവൾ സന്തോഷവതിയായി കാണപ്പെട്ടു. യുവാക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ അവൾക്ക് സാധിച്ചിരുന്നു. അവിടെ കണ്ട വിശുദ്ധ അന്തോണീസിനുമായി ഏറെ സാമ്യമുണ്ടായിരുന്ന വിശുദ്ധ ക്ലേലിയ അവളുടെ വസ്ത്രവും വിശുദ്ധ അന്തോണീസിനോട് ചേർന്ന വിധവും അവളുടെ ജനനവും മരണവും ഒരു 13 എന്നതും എനിക്ക് സാമ്യം തോന്നി. 1868 മെയ് 1 അവൾ ഒരു സമൂഹ ജീവിതം ആരംഭിച്ചു. കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സന്യാസ സഭ സ്ഥാപകയായ ഒരു വിശുദ്ധയായി വിശുദ്ധ ക്ലേലിയയെ ദൈവം ഉയർത്തി. 1989 ഏപ്രിൽ 9 പോപ്പ് ജോൺ പോൾ II വിശുദ്ധ പത്രോസ്ലീഹായുടെ ബസിലിക്കയിൽ ആഘോഷപൂർവ്വം ക്ലേലിയയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.
നാമകരണ ശുശ്രൂഷയുടെ അവസരത്തിൽ മാർപ്പാപ്പ പറഞ്ഞു, ക്ലേലിയ സാധുക്കളുടെയും അനാഥരുടെയും രോഗികളുടെയും യഥാർത്ഥ അമ്മയാണ്, വേദോപദേശ സംരക്ഷകയുമാണ്. 1870 ജൂലൈ 13 വിശുദ്ധ ക്ലേലിയ നിത്യസമ്മാനത്തിന് അർഹയായി. അവളുടെ തിരുനാൾ ജൂലൈ 13 സാഘോഷം കൊണ്ടാടിക്കൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ ക്ലേലിയയുടെ മരണത്തിന് ശേഷം അത്ഭുതങ്ങളുടെ ഒരു പ്രവാഹമാണ് നടന്നത്. വിശുദ്ധ ക്ലേലിയയുടെ ചരമദിനത്തിൽ വൈദികർക്കും സന്യാസിനികൾക്കും ദിവ്യബലി മധ്യേ വിശുദ്ധ ക്ലേലിയയുടെ സ്വരം ശ്രവിക്കാൻ ദൈവം ഭാഗ്യം നൽകി. അതിനുശേഷം പല ദേവാലയങ്ങളിലും അവരുടെ സന്യാസിനി ഭവനങ്ങളിലും മറ്റു അൽമായ പ്രതിനിധികൾക്കും വിശുദ്ധ ക്ലേലിയയുടെ സ്വർഗീയ നാദം കേൾക്കാൻ ദൈവം ഭാഗ്യം നൽകി. 1981 വിശുദ്ധി പദവി നൽകുവാനുള്ള ഡിഗ്രി തുറന്നപ്പോൾ ലിലിയാനയുടെ രോഗശാന്തിയായിരുന്നു അതിന് കാരണമായത്. അതിങ്ങനെയായിരുന്നു. 22 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു ലിലിയാന. ക്യാൻസറിനേക്കാൾ മോശമായ ഒരു രോഗം ബാധിച്ച് ശരീരത്തിൻ്റെ ഓരോ സെല്ലിൻ്റെയും പ്രവർത്തനം രഹിതമായി. സാവധാനം ഹൃദയം, മറ്റു എല്ലാ അവയവങ്ങളും സ്തംഭിക്കുന്ന ഒരു അസുഖമായിരുന്നു അവൾക്ക്. സാധാരണ രീതിയിലുള്ള മരുന്നുകളെല്ലാം പരീക്ഷിച്ചു നോക്കി. ശരീരത്തിൻ്റെ ഭാരം ക്രമാതീതമായി കുറഞ്ഞു. കൺപോളകൾ അടച്ചു. കുഴൽ വഴിയായിരുന്നു ഭക്ഷണം നൽകിയിരുന്നത്. ഈ രോഗിയെ ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്ന് ഡോക്ടർമാർ അവർക്ക് വിധിയെഴുതി. 24 മണിക്കൂറിനുള്ളിൽ രോഗി മരിക്കുമെന്നും ദൂരെ വസിക്കുന്ന നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക എന്നും ഡോക്ടർ അവരെ അറിയിച്ചു. അവളുടെ മുടിയെല്ലാം കൊഴിഞ്ഞ് വികൃത രൂപമായി. ലിലിയാനയുടെ അമ്മ കണ്ണുനീരോടെ അവളുടെ ശബ്ദം കേൾക്കാൻ കൊതിച്ചിരുന്നു. അവൾ ക്ലേലിയയുടെ ഒരു പടം അവർക്ക് പ്രാർത്ഥനയ്ക്കായി നൽകിയിരുന്നു. യുവതിയുടെ ബന്ധുമിത്രാദികൾ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നു. മകൾ അബോധാവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കില്ല എന്ന് ഉറപ്പുള്ള അമ്മ കണ്ണുനീരോടുകൂടി ക്ലേലിയയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചു. 24 മണിക്കൂർ അവസാനിക്കാറായി. അമ്മ മകളെ നോക്കി എന്തോ നേരിയ ചലനം കണ്ട അമ്മ കണ്ടത് ഉണർന്നിരിക്കുന്ന ലിലിയാനയെയാണ്. അമ്മയെ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റു. അമ്മയ്ക്കത് സ്വപ്നമായി തോന്നി. അവൾക്ക് ഭക്ഷണം കൊടുത്തു. അവൾ എഴുന്നേറ്റ് നടന്നു തുടങ്ങി. എല്ലാ ട്യൂബുകളും ശരീരത്തിൽ നിന്ന് മാറ്റി ടെസ്റ്റുകൾ പെട്ടെന്ന് നടത്തി. അവർ തികച്ചും രോഗവിമുക്തയാണെന്ന് വ്യക്തമായി. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി. പല വർഷങ്ങൾ ഇടയ്ക്കിടെ ടെസ്റ്റ് ചെയ്തു. രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല. ശരീരത്തിൻ്റെ ഓരോ സെല്ലുകളും സാധാരണ നിലയിലാണെന്ന് വിദഗ്ധരായ ഡോക്ടർമാർ വിധിയെഴുതി. അവിശ്വാസിയായ ഡോക്ടർ ഈ രോഗശമനം ഒരു വലിയ അത്ഭുതകൃത്യമാണെന്ന് രേഖപ്പെടുത്തി. ക്രമേണ ലിലിയാനയുടെ ശരീരഭാരം വർദ്ധിച്ചു. എല്ലാ പ്രവർത്തനങ്ങളും സാധാരണ രീതിയിലായി. മുടി വളർന്നു. ആരോഗ്യവതിയായി മാറി. 3 വർഷത്തിന് ശേഷം 1985 മെയ് 4 അവൾ വിവാഹം കഴിച്ചു. ക്ലേലിയയെ വിശുദ്ധയായി നാമകരണം ചെയ്യുമ്പോൾ വിശുദ്ധ പത്രോസ്ലീഹായുടെ ബസിലിക്കയിൽ ആദ്യ നിരയിലായിരുന്നു ലിലിയാനയും കുടുംബവും. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രൽ ദേവാലയത്തിലും സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിലും വിശുദ്ധ ക്ലേലിയയുടെ തിരുസ്വരൂപം വണക്കത്തിനായി സ്ഥാപിച്ചിരിക്കുന്നു. വിശുദ്ധ ക്ലേലിയായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.